സ്വാദിഷ്ടമായ രുചിയിൽ ചെറുപയർ പരിപ്പ് പായസം എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 1/4 കിലോ ചെറുപയർ പരിപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരുണ്ട ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടി ഒരു 1.5 തേങ്ങ പാൽ പിഴിഞ്ഞ് ഞാനിവിടെ തലപ്പാലും ഇടപ്പാലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്നട്ടും മുന്തിരിങ്ങയും ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ചെറുപയർ പരിപ്പിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നല്ല ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഈ സമയത്ത് നമുക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് നേരം ഇതൊന്ന് വേവണം. അപ്പോൾ ഈ ഉരുളി കിടന്ന് തന്നെ വേകുന്നതാണ് കുറച്ച് ടേസ്റ്റ് കൂടുന്നത്. നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ചെറുപയർ പരിപ്പ് വെന്തിട്ടുണ്ട്, ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗില്ല. അപ്പോൾ ഈ ശർക്കരപ്പാനിയും ചെറുപയർ പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റണം. ഈ സമയത്ത് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന 2ാം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. കുറച്ച് ഏലക്ക ചതച്ചതും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കുറുകി വരുമ്പോഴേക്കും നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട കാര്യമില്ല. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നമുക്ക് കുറച്ച് നെയ്യൊക്കെ ടേസ്റ്റിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചിട്ട് കാഷ്നട്ടും മുന്തിരിങ്ങയും ചേർത്ത് ഇളക്കി മാറ്റാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.